ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെറൈറ്റി ആയിട്ടുള്ള 2 ഗോതമ്പ് ദോശയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. പതിവായി ഗോതമ്പ് ദോശ ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അതിലേറെ രുചിയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. നമ്മുടെ വെറൈറ്റി ഗോതമ്പ് ദോശയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ വെറൈറ്റി ഗോതമ്പ് ദോശയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് മാവ് 2 കപ്പ്, സവാള വലുത് 1 ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 ചെറുതായി അരിഞ്ഞത്, ഉപ്പ് 1/4 ടീസ്പൂൺ, മല്ലിയില 1/4 കപ്പ്. രണ്ടിനും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. രണ്ടിനും വെവ്വേറെ ഒരേ സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നിൽ മല്ലിയില ഇടുന്നു, ഒന്നിൽ മല്ലിയില ഇടുന്നില്ല. ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് എന്നിവയിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. സവാള നല്ല ബ്രൗൺ നിറമൊന്നും ആക്കേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ സവാള, പച്ചമുളക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വഴറ്റിയ ഇതിനെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വഴറ്റി വച്ചിരിക്കുന്ന സവാള, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, വേണ്ടവർ ചേർത്താൽ മതിയാകും. മല്ലിയില ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രുചി കൂടും. ഇനി നമ്മുടെ ദോശമാവെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു ദോശക്കല്ലെടുത്ത് അടുപ്പത്ത് വെച്ച് ദോശക്കല്ല് ചൂടാകുമ്പോൾ ബാറ്ററിൽ നിന്ന് ഒരു തവിയെടുത്ത് ദോശക്കല്ലിലേക്ക് ഒഴിച്ച് പരത്തിയെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അതും നെയ്യും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല നന്നായി വെന്ത് വരുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതാണ് ഒരു രീതി. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. ഒരു ബൗളിൽ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല രീതിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കാം. നമ്മുടെ ദോശ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു ദോശക്കല്ലെടുത്ത് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ ഇതിൽ നിന്നും ഒരു തവി മാവ് എടുത്ത് ദോശക്കല്ലിൽ ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഒന്ന് വെന്ത് വരുമ്പോൾ നെയ്യോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതും ഓപ്ഷനിലാണ്, വേണേ ചെയ്താൽ മതിയാകും. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറു സൈഡും പാകമായി വരുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. 2 രീതിയും ഒരുപോലെ ടേസ്റ്റ് ഉള്ളതാണിത്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഗോതമ്പ് ദോശകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് സാമ്പാറോ ചമ്മന്തിയോ എന്ത് കൂട്ടിയും കഴിക്കാവുന്നതാണ്. മുളക് ചമ്മന്തിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ യോജ്യമായിട്ടുള്ളത്. കറികളൊന്നും തന്നെ ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല സൂപ്പറാണ്. അതുപോലെ ഹെൽത്തിയുമാണ് നമ്മുടെ ഈ ഗോതമ്പ് ദോശ. ഡയബറ്റിക്കാർക്കും അതുപോലെ ഡയറ്റ് എടുക്കുന്നവർക്കും എപ്പോഴും കഴിക്കുന്ന ഗോതമ്പ് ദോശയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഗോതമ്പ് ദോശ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.